ഞാൻ ലീഡറാണെന്ന് പറയുകയോ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് നീയാണ് നമ്മുടെ ലീഡർ എന്ന് തിരഞ്ഞെടുക്കൊന്നും വേണ്ട. ആ ഒരു ഒരുമിച്ച് കൂടലിൽ ഒരാൾ സ്വാഭാവികമായും നേതാവായി മാറും. ഈ സംഘവും തൊട്ടപ്പുറത്തുള്ളതുപോലുള്ള സംഘങ്ങളും തമ്മിൽ മത്സരങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അത് ഭീകരമായ അക്രമങ്ങളിലേക്കും പിണക്കത്തിലേക്കും വഴക്കിലേക്കും ഒക്കെ ചെന്നെത്തുകയും ചെയ്യും. കൊറോണാനന്തരം നമ്മുടെ സാമൂഹിക രീതി തന്നെ മാറി. പഠനത്തിൽ വ്യത്യസ്തതകളുണ്ടായി. ഒരിക്കലും മൊബൈൽ ഫോൺ തൊടാത്ത കുട്ടികൾക്ക് അധ്യാപകരുടെയും ഉസ്താദുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഫോൺ മേടിച്ചു കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ അവരുടെ പഠനം അന്ന് ഓൺലൈനിലൂടെയായിരുന്നു. ആ ഒരു കാലം മക്കൾ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രത്യേകമായ സാഹചര്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും പ്രത്യേകമായൊരു ബോധമില്ലാതാവുകയും ചെയ്ത കാരണത്താൽ വിദ്യാർത്ഥികൾക്കിടയിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ ഉദ്ഭവിക്കുകയും അവർക്ക് അതിൻ്റെ അഡിക്റ്റാകളാകുകയും ചെയ്തു. ഏറ്റവും പുതിയ പഠനപ്രകാരം നമ്മുടെ കേരളത്തിലെ മക്കൾ 2.5 മണിക്കൂറോളം ഡെയിലി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. 2.5 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ നിന്ന്, ഉണർന്നിരിക്കുന്ന സമയത്തിൽ നിന്ന് ഇതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ കാണുന്ന, അറിയുന്ന, കേൾക്കുന്ന വിവിധ കാര്യങ്ങൾ അവരെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ ഇത് നിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടാൻ പാടില്ലെന്ന്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ തുടങ്ങി കുറേ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിയമം വന്നു കഴിഞ്ഞു. അത് പരിശോധിക്കാനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ അവർ ഓൺലൈനിൽ തന്നെ വെക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്ന മാതാപിതാക്കൾക്ക് അതിൻ്റെ പണിഷ്മെൻ്റ് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ലോകം തിരിച്ചറിയാം ഈ ഒരു കുന്ത്രാണ്ടം കൊണ്ട് നമ്മുടെ മക്കൾ ഏതൊക്കെ തലത്തിലാണ് നശിച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ച്. എന്തായാലും കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചു. ഉള്ള പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ഈ കൊറോണക്കാലമാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമവാസനകൾ കൂടി വന്നു. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് സ്വന്തം സഹപാഠിയെ, അനുജനെ, ബന്ധുവിനെയൊക്കെ നിഗ്രഹിക്കാനും കൊന്നുകളയാനും വരെ ചെറിയ മക്കൾ ധൈര്യം കാണിച്ചു തുടങ്ങി. ഇന്നലെ കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടതാണ് സംഭവിച്ചത്. ഒന്നിച്ചു വളർന്നവരാണ് അവരെത്ര. ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കൾ കോഴിക്കോട് ജില്ലയിൽ മുഴിക്കൽ ഭാഗത്ത് എന്തോ ഒരു കാരണത്താൽ, പലതും പറയുന്ന കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഇന്നലെ എന്നോട് കണ്ടിട്ടൊരു കാരണം പറഞ്ഞു. അതൊന്നും ഞാൻ തൽക്കാലം വിശദീകരിക്കുന്നില്ല. ആ ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് എന്തോ ഒരു വിരോധം തോന്നുന്നു. അവൻ്റെ സ്വഭാവം അത്രമേൽ ഗുണപ്രദമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വളർത്തിയിരുന്ന അവരുടെ വല്യമ്മ അയാളുടെ വാപ്പയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി നിർത്തുന്നു. പക്ഷെ അവൻ അന്നു മുതൽ ഈ പെൺകുട്ടിയുമായി പ്രതികാര താല്പര്യവുമായി വളരുന്നു. അവൻ്റെ വീടിൻ്റെ, അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വല്യമ്മയുടെ വീടിൻ്റെ ചാവി ഡ്യൂപ്ലിക്കേറ്റ് അവൻ തയ്യാറാക്കി വെക്കുന്നു. ഇന്നലെ സുബൈക്ക് ബഹളം കേട്ട വല്യമ്മ എഴുന്നേൽക്കുമ്പോൾ കള്ളനാണ് ആദ്യം വിചാരിച്ചത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സ്വന്തം പൗത്രനാണ്. അവൻ്റെ പ്രത്യേകമായ മട്ടും ഭാവവും കണ്ടപ്പോൾ അവർക്ക് പേടിയായി. അപ്പോഴാണ് അവർ തൻ്റെ ചെറിയ മകളുടെ 16-കാരിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കഴുത്ത് മുറുക്കിയിട്ട് ആഴത്തിലുള്ള മുറിവായിട്ടുണ്ടെന്നാണ് കേട്ടത്. അതോടൊപ്പം മുഖവും കണ്ണും മൂക്കുമൊക്കെ ഈ ടാപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവർ കരയാതിരിക്കാനും പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാനും. ആശുപത്രിയിലെത്തിയില്ല, മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ തന്നെയും മറ്റൊരു റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ജീവിതം ഇത്രമേൽ നിസ്സാരമാണെന്നും ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടെ തൻ്റെ ബന്ധുവാകുന്ന എളാമയുടെ മകളാകുന്ന ആ മനുഷ്യജീവൻ ഞെക്കിക്കൊല്ലാമെന്നും ഈ കുട്ടികൾ തീരുമാനിക്കുന്നത് അവരെ മാനസികമായി നശിപ്പിച്ച, ചെകുത്താൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ച കുറേ കാരണങ്ങൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോൾ. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമൊന്നുമല്ല. കേരളത്തിൽ എത്രമേൽ റാഗിങ്ങുകൾ നടന്നു. മെഡിക്കൽ കോളേജുകളിൽ പോലും അത് സംഭവിച്ചു. റാഗിങ് കാരണം ഒരു കുട്ടി
കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയെ ക്ലോസറ്റിൽ മുഖാമർത്തി പിടിച്ച് ഫ്ലഷ് അടിക്കുക പോലും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. നാലോചിങ്ങൾ, സ്വന്തം സഹപാഠിയെ ക്ലോസറ്റിൽ മുഖമർത്തി പിടിക്കുക, എന്നിട്ട് ഫ്ലഷ് അടിച്ചുകൊണ്ടിരിക്കുക. റാഗിങ്ങിൻ്റെ പുതിയ പുതിയ മോഡലുകൾ ആലോചിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ കൊല്ലാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന വിവിധങ്ങളായ സൈറ്റുകൾ കുട്ടികൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു തലം. മദ്യപാനം, മയക്കുമരുന്ന് പോലെയുള്ളത് വ്യാപകമായി നടക്കുന്നു. അതിൻ്റെ അനുബന്ധമായി ക്രിമിനലിസം നടക്കുന്നു. ധാർമ്മികമായ ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം വെറും ഉഡായിപ്പാണെന്ന് പ്രചരിപ്പിക്കാനുള്ള വ്യവസ്ഥാപിതമായ യുക്തിരഹിത നിരീശ്വരവാദികളുടെ ശ്രമവും നടക്കുന്നു. ഈ ജീവിതം പരമാവധി ആസ്വദിക്കണം. അതിന് എന്തൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെയും ഈ ജീവിതകാലത്ത് തന്നെ നേടിയെടുക്കണം. എന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് ജീവിതം പരമാനന്ദത്തിൻ്റെ പറുദീസയാക്കി മാറ്റി എപ്പോഴെങ്കിലുമൊക്കെ അടിച്ചു പോകണം. ഇതിനപ്പുറം ആത്മീയമായ മൂല്യങ്ങൾക്ക്, പരലോക വിശ്വാസത്തിന്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക്, നന്മയെക്കുറിച്ചുള്ള വിചാരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് അവർ നിത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മതം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു നിയന്ത്രണമാണ്. മതം തീർച്ചയായിട്ടും നിയന്ത്രണമാണ്. അപ്പോഴേ മതമുള്ളൂ. മതം എന്തിനാണ് അള്ളാഹു നിർമ്മിച്ചത് അല്ലെങ്കിൽ നമുക്ക് സംവിധാനിച്ചു തന്നത്? മനുഷ്യൻ നല്ലവനായി ജീവിക്കാൻ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ധാർമ്മികത പുലർത്താൻ, നന്മയുടെ ആളായി മാറാൻ. ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കാൻ ഒരാൾക്ക് തോന്നുമ്പോൾ മതം അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറും. അപ്പം മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്ന് പ്രചാരണം വരും. സത്യത്തിൽ മതം ഉപേക്ഷിച്ച് കുറേ ആളുകൾ മനുഷ്യനല്ല, അവർ പിശാചുക്കളായി മാറി. മനുഷ്യനാവുകയല്ല, മനുഷ്യൻ്റെ അടുത്ത് പോലും പോയില്ലേ, നേരെ മറിച്ച് നല്ല ഭ്രാന്ത് പിടിച്ച പിശാചുക്കളായി മാറി. അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കുട്ടി ക്രിമിനലുകൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത്? അതിന് കുറേ സാമൂഹികമായ സാഹചര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഗാർഹികമായുള്ള ശ്രദ്ധക്കുറവുകൾ. ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ച് ന്യൂജൻ ഉമ്മമാർക്കൊന്നും വലിയ ധാരണയില്ല. അവരുടെ മുമ്പിലുള്ള ആകെ കുട്ടിയെ വളർത്താനുള്ള ഒരു രീതി, സങ്കല്പം, എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉണ്ടാവരുതെന്ന് മാത്രം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, വിഷമം എൻ്റെ കുട്ടിക്ക് വരികയാണെങ്കിൽ അതിന് കാരണക്കാരാകുന്നവരെ മൊത്തം അവർ ഭസിച്ചുകൊണ്ടിരിക്കും, പണങ്ങും. സ്വന്തം അമ്മ വേണമെങ്കിൽ പോലും അവർ ഷൗട്ട് ചെയ്യും, ഭയങ്കരമായി വഴക്ക് പറയും. കുട്ടികൾ ഇതുവരെയും എന്താണ് പ്രയാസം എന്ന്, വിഷമമെന്ന് മനസ്സിലാക്കുന്നേയില്ല. ഒരു പുതിയ കളിക്കോപ്പ് കാണുന്നു, അത് എൻ്റെ കുട്ടിക്ക് എത്തിച്ചിരിക്കണം എന്ന് ഉമ്മ നിഷ്ഠ വയ്ക്കുന്നു. അതിനവർ പല രീതിയും സ്വീകരിക്കുന്നു. അങ്ങനെ ഡെയിലി കളിക്കോപ്പ്, ഡ്രസ്സ്, അവർക്ക് ഉപയോഗിക്കേണ്ട സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെർഫ്യൂമുകൾ, ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. ഈ ഒരു അത്ഭുത ലോകത്താണ് കുട്ടി വളർന്നു വരുന്നത്. സ്വാഭാവികമായും ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ കുട്ടി അത് കായികമായി നേരിടും. ഉമ്മയോട് തന്നെ കയർത്തുകൊണ്ടിരിക്കും ഒന്നാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ അപായപ്പെടുത്തും. ഇന്നലെ തൻ്റെ കസിൻ സിസ്റ്ററെ കൊന്നയാൾ അവൻ്റെ വല്യമ്മയെയും കൊല്ലാൻ വിചാരിച്ചിരുന്നു. അതിനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തിരുന്നു. അവരറിഞ്ഞതുകൊണ്ടും ഉണർന്നതുകൊണ്ടും അവരുടെ അടുത്തേക്ക് ഇവനെത്താൻ, ഉറക്കത്തിൽ എത്താൻ പറ്റാത്തത് കൊണ്ടും അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാം. ഇതേ പേരുള്ളൊരു കുട്ടിയായിരുന്നു തിരുവനന്തപുരത്ത് തൻ്റെ വല്യമ്മയെയും വല്യപ്പയെയും ബന്ധുവിനെയും അടിച്ചു കൊന്ന് തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അനുജനെ കൊന്ന് ഭീകരനായി. ഈ പേരുകൾ തമ്മിലുള്ള സാമ്യ യാദൃച്ഛികമാണ്. ആ പേരിട്ടവരൊക്കെ അങ്ങനെയൊന്നല്ല ഞാൻ പറയണത്. ആ കുട്ടി എത്ര നിഷ്ഠൂരമായാണ് അവൻ കൊന്നത്. സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഈ കുട്ടി വലിയ ആവേശത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ ഫംഗ്ഷൻ? ഉമ്മനെ കൊന്നിട്ടിരിക്കുകയാണ്. അവർ രക്ഷപ്പെട്ടു. പിന്നെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ടതായിരുന്നു. അവൻ്റെ വിചാരം മരിച്ചു എന്നായിരുന്നു. നമുക്ക് കുഴിമന്തി മേടിക്കാമെന്ന് പറയുന്നു. ഈ ചെറിയ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് അത്ര. അത് പാഴ്സൽ മേടിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്നു. കുട്ടി ബാഗൊക്കെ പെട്ടെന്ന് വലിച്ചെറിയുന്നു. അകത്ത് കയറി യൂണിഫോം മാറ്റിയിട്ട് അവൻ സാധാരണ ഡ്രസ്സും ധരിച്ച് ഡൈനിങ് ഹാളിലേക്ക് പൊതിയായിട്ട് വരുന്നു.
ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പക്ഷേ മറഞ്ഞു നിന്ന ജ്യേഷ്ഠൻ വലിയ ഹാമർ ഉപയോഗിച്ച്, നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് 20-ലേറെ പ്രാവശ്യം ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഇളം തലയിൽ ആഞ്ഞടിക്കുന്നു. എല്ലാം ഞെട്ടിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആംബുലൻസിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യം. ഈ കുട്ടിയെ അദ്ദേഹം ആംബുലൻസിൽ കയറ്റാൻ വേണ്ടി ഇങ്ങനെ താങ്ങിയെടുത്തപ്പോൾ എൻ്റെ കൈ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. എൻ്റെ ആംബുലൻസ് അനുഭവത്തിൽ അങ്ങനെയൊന്നും വേറെ ഉണ്ടായിട്ടില്ലെന്ന്. എങ്ങനെയാണ് സ്വന്തം സഹോദരനാവുന്ന 13 വയസ്സുള്ള കുട്ടിയെ ഇത്രമേൽ നിഷ്ഠൂരമായി കൊല്ലാൻ സാധിക്കുന്നത്? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിന്നാൻ പോലും സമ്മതം കൊടുക്കാതിരിക്കുന്നത്. ഇത്രമേൽ ചെകുത്താനായി മനുഷ്യൻ മാറുന്നു. അപ്പൊ ചെറിയ കുട്ടികൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുക എന്ന രീതിയിൽ നിന്ന് മാറണം. ചിലതൊക്കെ അനാവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഷാഠ്യം പിടിക്കും, ആ ഷാഠ്യത്തിൽ അവർ തോൽക്കണം. രക്ഷിതാക്കൾ ഒരിക്കലും തോറ്റുപോകരുത്. എല്ലാം നൽകുക എന്നുള്ളതൊന്നുമല്ല മനോഹരമായ പാരന്റിങ്. പാടില്ലാത്ത നൽകാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്താൽ നല്ല മാതാപിതാക്കളാവോ? ഇല്ല, ഏറ്റവും ചീത്തയായ മാതാപിതാക്കളാവും. ചിലത് തിരുത്തണം. ഈ ആയകളൊക്കെ ഏൽപ്പിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഉമ്മയ്ക്കും വാപ്പയ്ക്കും ജോലി, വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ഏതെങ്കിലും ഒരു ആയയെ ഏൽപ്പിക്കുന്നു. ഈ ആയയുടെ ദൗത്യം എന്താണ്? കുട്ടിയുടെ സന്തോഷം മാത്രം. കാര്യം ഇടക്കിടക്ക് ചോദിക്കും എങ്ങനെയുണ്ടായ എന്ന്. നല്ല അമ്മയാണെന്ന് പറയണം. അതിനുവേണ്ടി കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം ധാരാളമായി അവർ നൽകിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഈ ഒരു ശൈലിയിൽ നിന്ന് കുട്ടിക്ക് മാറാൻ കഴിയില്ല. അവൻ എന്ത് താല്പര്യപ്പെടുന്നു അത് ലഭ്യമാവണമെന്ന് കുട്ടി നിർബന്ധമായും വാശി പിടിക്കും. ലഭ്യമാകാത്ത സാഹചര്യം വന്നാൽ അവൻ ക്രിമിനലിസം പുറത്തെടുക്കും, കൊല്ലും, തട്ടും, മോഷ്ടിക്കും. അങ്ങനെയാണ് ക്യാൻസർ പിടിച്ച ഡോക്ടർ ദമ്പതികളുടെ മകനെ കുറിച്ച് കേരളത്തിലെ പ്രസിദ്ധനാവുന്ന ഓങ്കോളജിസ്റ്റ് പി ഗംഗാധരൻ സാർ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. ഈ കുട്ടിക്ക് ക്യാൻസർ പിടിച്ചിട്ട് ചികിത്സിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് സിഗരറ്റ് കണ്ടുപിടിക്കുന്നു നഴ്സുമാർ. ഡോക്ടർ ഗുണദോഷിച്ചു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞില്ല, ആ കുട്ടിയുടെ ബെഡിന്റെ അടിയിൽ നിന്ന് വിദേശ മദ്യങ്ങളുടെ ചെറിയ പാക്കുകൾ കിട്ടുന്നു. സ്വാഭാവികമായും ഇത് എവിടുന്ന് ലഭ്യമാകുന്നു എന്ന് ഡോക്ടറും ആശുപത്രി സ്റ്റാഫും അന്വേഷിക്കുന്നു. അവസാനം ഡോക്ടർ തന്നെയായി കുട്ടിയുടെ അമ്മയാണ് ഇത് എത്തിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമാവുന്നു. ക്യാൻസറും സിഗരറ്റും തമ്മിലുള്ള ബന്ധം വീണ് കിടക്കുന്ന സിഗരറ്റിന്റെ കൂടൊന്ന് ശ്രദ്ധിച്ചറിയും. മദ്യവും രോഗങ്ങളും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് കീമോതെറാപ്പിയൊക്കെ നടത്തുമ്പോൾ ഡോക്ടർ എഴുതിയ ഭക്ഷണമേ കൊടുക്കാവൂ, ഡോക്ടർ എഴുതിയ പ്രത്യേകം ജ്യൂസുകളെ നൽകാവൂ. അത് ക്യാൻറ്റീനിൽ പ്രത്യേകമായി നിർദ്ദേശം കൊടുത്ത് അവരുണ്ടാക്കി കൊടുക്കണം. ഈ സമയത്ത് കുട്ടി മദ്യം കുടിക്കുന്നത് ഞാൻ വിസ്തരിക്കല്ല. അവസാനം ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ഡോക്ടർ ഗംഗാധരൻ വിളിച്ചു വരുത്തുന്നു. ഇതേക്കുറിച്ച് നിങ്ങളാവുന്ന ഡോക്ടർമാരോട് തന്നെ എനിക്ക് പറയേണ്ടി വന്നതിൽ വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കാര്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ പൊട്ടിക്കരയുന്നു. അവർ പറയുന്നത് ഇതാണ്: ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള ഡോക്ടർമാരായിരുന്നു ഞങ്ങളെ മോനെ നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, സ്വന്തമായി ആശുപത്രിയായിരുന്നു. അവനൊരു ആയയെ വളർത്താൻ ഏൽപ്പിച്ചു. അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ആയ പ്രവർത്തിച്ചു. അവസാനം സാധാ ഭക്ഷണം കഴിക്കാതെയായി കുട്ടി. വെറും ഈ പാക്ക് ഭക്ഷണങ്ങൾ മാത്രമേ അവന് പറ്റൂ, ജ്യൂസുകൾ മാത്രമേ അവന് പറ്റൂ. അവന് ക്യാൻസർ പിടിച്ചു. പതിയെ അവൻ സിഗരറ്റിലേക്ക് എത്തി, പിന്നെ മദ്യപാനത്തിലേക്ക് എത്തി. സാർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ മോൻ കീമോതെറാപ്പിക്ക് സാറിനോട് സഹകരിക്കണമെങ്കിൽ ഈ സാധനം അതത് സമയത്ത് ലഭ്യമാവണം, അല്ലെങ്കിൽ അവൻ വയലൻ്റ് ആകും, ഡോക്ടറെ ആക്രമിക്കും, സ്റ്റാഫിനെ ആക്രമിക്കും, അവനോട് കടന്നു തരൂലെന്ന്. നിങ്ങളുടെ കീമോതെറാപ്പി പരിപാടിക്ക് അവനെ കിട്ടൂല. കിട്ടണം എന്ന് കരുതിയിട്ടാണ് മദ്യവും സിഗരറ്റും ക്യാൻസറുമായുള്ള ബന്ധം അറിയാവുന്ന ഞങ്ങൾ തന്നെ അവനത് എത്തിച്ചു കൊടുക്കുന്നത്. ക്ഷമിക്കണം എന്ന് പറഞ്ഞ അമ്മ ഡോക്ടർ കരഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. ഗുണദോഷിക്കൽ വളരെ പ്രധാനം, തിരുത്തൽ അതിലേറെ പ്രധാനം. മക്കൾ പറയുന്നതെല്ലാം സമ്മതി ഒടിച്ചു കൊടുക്കുക എന്നതല്ല നല്ല രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. തിരുത്തണം, പലതും നൽകാതിരിക്കണം. അവൻ കരയണം, നന്നായിട്ട് കരയട്ടെ. കരയുമ്പോൾ കണ്ണിലൊക്കെ കുറേ നല്ല മാറ്റങ്ങൾ വരും, ലൈസോസിയം വരും, കണ്ണിൻ്റെ കുറേ കേടുകളൊക്കെ തീരും.
കാറി കരയുമ്പോൾ ചിലപ്പോൾ ഈ കഫസംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ല ശമനം വരും. കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് എല്ലാം കിട്ടുമെന്ന ശീലം കുട്ടിയിൽ ആരൂഢമായാൽ കിട്ടാതെ വന്നാൽ അത് നേടാൻ വേണ്ടി അവൻ കൊലപാതകം നടത്തും. ഈ തിരുത്ത് വളരെ പ്രധാനമാണ്. ഇതിന് പറ്റാതെ കുട്ടികൾക്ക് എല്ലാം നൽകുക എന്ന സമീപനം സ്വീകരിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ക്രിമിനലാക്കാൻ സഹായിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നല്ല പാരന്റിങ്? അതേക്കുറിച്ച് പ്രത്യേകിച്ച് തന്നെ ക്ലാസ് എടുക്കേണ്ടതാണ്. അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. മക്കളില്ലാത്ത എത്ര പേർ കണ്ണീരുമായി കരച്ചിലുമായി ജീവിക്കുന്നുണ്ട്. ലഭിച്ച ആ അനുഗ്രഹത്തെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരിക്കണം. അവൻ സമൂഹത്തിന് വലിയ ഭീഷണിയാവരുത്, കുടുംബത്തിന്റെ ഭീഷണിയാവരുത്. നന്മയുടെ വക്താവായി നമ്മുടെ കുട്ടി വളരണം. അറിയാലോ പ്രസിദ്ധമായ ഹദീസ്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹിന്റെ 893 ഹദീസായി ഉദ്ധരിക്കുന്നതാണ്. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എല്ലാവരും ചോദ്യം ചെയ്യുന്നവരാണ്. ഡോക്ടർ രോഗികളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അധ്യാപകൻ വിദ്യാർത്ഥികളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അവരുടെ ബന്ധത്തെയും അവരുടെ സമീപനത്തെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് നിർബന്ധമായും ചോദ്യം ചെയ്യും. നമ്മളൊക്കെ മത്സരത്തിനൊക്കെ